നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്തെ മികച്ച ഗോൾ കീപ്പറാണ് ഇപ്പോൾ എമി മാർട്ടിനസ്. യാഷിൻ അവാർഡും അതുപോലെ തന്നെ ഫിഫ ബെസ്റ്റിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള അവാർഡും ഒക്കെ അദ്ദേഹത്തിന് തന്നെയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു, ഇത് തനിക്ക് നല്ല വർഷമല്ല. ബൈ ചാൻസിൽ എങ്ങനെയൊക്കെയോ എൻ്റെ വലയിലേക്ക് അവർ ഗോൾ അടിച്ചിട്ട് പോവുകയാണ്. വളരെ മോശമാണ് ഈ വർഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷം മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി ക്ലീൻ ഷീറ്റുകൾ കൊണ്ട് റെക്കോർഡിട്ടിരുന്നു. ഇതവണ പക്ഷേ അതിന് കഴിയുന്നില്ല. കഴിഞ്ഞ തവണ ഇപ്പോൾ നോക്കുക, ലാസ്റ്റ് സീസൺ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി 34 മത്സരങ്ങളിൽ അദ്ദേഹം ഗോളുകൾ കൺസീഡ് ചെയ്തിരുന്നില്ല, ക്ലീൻ ഷീറ്റുകൾ നേടിയിരുന്നു. ഇത്തവണ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. അതിനോടാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത്. വളരെ ബാഡാണ്, എനിക്കിത് ഒരു നല്ല വർഷമല്ല. ബൈ ചാൻസിൽ അവരെങ്ങനെയൊക്കെയോ എൻ്റെ വലയിൽ ഗോൾ അടിച്ചിട്ട് പോവുകയാണ്. ESPN-നുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ ക്ലീൻ ഷീറ്റിനല്ല പ്രാധാന്യം. പ്രധാനപ്പെട്ട കാര്യം മത്സരം വിജയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗിൽ അടുത്ത വർഷവും വീണ്ടും യോഗ്യത നേടുക എന്നുള്ളത് തന്നെയാണ്. സോ മത്സരങ്ങൾ ഓരോന്നായിട്ട് വിജയിച്ചു പോവുക, അതിനാണിപ്പോൾ പ്രാധാന്യം. ക്ലീൻ ഷീറ്റിന് സെക്കൻഡറി പ്രാധാന്യം മാത്രമേ ഇപ്പോൾ നൽകുന്നുള്ളൂ. ഇപ്പോഴും ഞങ്ങളുടെ സ്ക്വാഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കോമ്പറ്റീഷനുകളിലും ഫസ്റ്റ് പ്ലേസിൽ എത്താൻ വേണ്ടി പോരാടാനുള്ള ഒരു വെപ്പൺസ് ഒന്നും ഈ സ്ക്വാഡിനില്ല. പക്ഷേ ഞങ്ങളുടേതായിട്ടുള്ള ലെവലിൽ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും, ഇതെൻ്റെ ബെസ്റ്റ് മൊമെൻ്റ് ആണ് എന്നുള്ളത്. ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പറായിട്ട് തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഏത് സിസ്റ്റത്തിലും ഫിറ്റാവുന്ന ഗോൾ കീപ്പറാണ് താനെന്ന് കൂടി അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇന്ന് ആസ്റ്റൺ വില്ലയ്ക്ക് മത്സരമുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയാണ് എതിരാളികൾ. വൈകിട്ട് 6 മണിക്കാണ് ആ മത്സരം. അതിൽ ദിബു മാർട്ടിനസിൻ്റെയും ആസ്റ്റൺ വില്ലയുടെയും പെർഫോമൻസ് എങ്ങനെയാകും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.